ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ കാപ്പിയൊക്കെ കുടിച്ചു. അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെ കുറച്ച് ജോലികളൊക്കെ ചെയ്തതിന് ശേഷം ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്നെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് എൻ്റെ ചേച്ചിയാണ് വന്നത്. അവിടെ ഞാൻ നിൽക്കാനൊന്നുമല്ല പോകുന്നത്, വൈകുന്നേരം ആകുമ്പോൾ തിരിച്ച് വരും. അപ്പോൾ വെറുതെ ഒന്ന് പോകുന്നതാണ്. ചേച്ചി എന്തായാലും അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒരുമിച്ചാകുമ്പോഴത്തേക്കും നല്ലൊരു എൻജോയ്മെൻ്റൊക്കെ ഉണ്ട്, അതുകൊണ്ട് വെറുതെ പോകുന്നതാണ്. അപ്പോൾ മോനെ സ്കൂളിലൊക്കെ വിട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു 11:30 ആയപ്പോൾ അവൾ വന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ സ്കൂട്ടിയിലാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഇതുപോലെയൊക്കെ ചില സിറ്റുവേഷൻസ് മാത്രമേ നമുക്ക് ഇങ്ങനെയൊക്കെ കിട്ടത്തുള്ളൂ കേട്ടോ. എപ്പോഴൊന്നും ഇങ്ങനെ നമുക്ക് രണ്ടുപേർക്കായിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യാനൊന്നും ഇങ്ങനെയുള്ള അവസരങ്ങളൊന്നും കിട്ടാറില്ല. അപ്പോൾ ഞങ്ങൾ നേരെ ഇവിടെ അടുത്തുള്ള ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു തുണിക്കടയിൽ കുറച്ച് ഡ്രസ്സൊക്കെ നോക്കിയായിരുന്നു. അപ്പോൾ ഒന്നും എടുത്തില്ല, കുഞ്ഞിനൊരു ഫ്രോക്ക് മാത്രം എടുത്തു. പിന്നെ അതിനുശേഷം ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നതിന് ശേഷം ഞങ്ങൾ പപ്സും ചായയൊക്കെ കുടിച്ചു. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയിട്ട് വന്നതായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം കുഞ്ഞിനെയൊക്കെ കുറച്ച് നേരം കളിപ്പിച്ചിരുന്നു. എൻ്റെ ചേച്ചിയുടെ മൂത്ത പിള്ളേർ രണ്ടുപേരും സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഞങ്ങൾ ഒരു റീൽസൊക്കെ എടുത്തു. കുറച്ച് നേരമേ എടുക്കാൻ പറ്റുള്ളൂ, കാരണം കുഞ്ഞ് കരഞ്ഞു ആ ടൈമിൽ. അങ്ങനെ കുറച്ച് നേരം മാത്രം റീൽസ് എടുക്കാൻ ടൈം കിട്ടി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ വൈകിട്ടായപ്പോഴത്തേക്കും പിള്ളേരൊക്കെ സ്കൂൾ കഴിഞ്ഞ് വന്നു. പിന്നെ ഇതിനിടയിൽ ഞങ്ങൾ വാവയുടെ കമഴ്ന്ന് നടക്കുന്ന ഫോട്ടോഷൂട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ആ ഫോട്ടോസ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ അതിനുശേഷം പിന്നെ ചേട്ടന്മാരൊക്കെ വന്നതിന് ശേഷം ചേട്ടന്മാരൊക്കെ വാവയെടുത്തു, കളിപ്പിച്ചു. അങ്ങനെ അതിൻ്റെ കുറച്ച് ഫോട്ടോസാണ് ഇതൊക്കെ. പിന്നെ അതിനുശേഷം ഞാനൊരു ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക്, ഉച്ചയല്ല ഒരു വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം വീട്ടിൽ വന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ അതിനുശേഷം ചായയൊക്കെ കുടിച്ചു. അപ്പോൾ ഈ ചായയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ടൈമാണ്. അപ്പോൾ ചായയുടെ കൂടെ കഴിക്കാനായിട്ട് ഉള്ളിവട ഉണ്ടായിരുന്നു. അതിനുശേഷം വൈകിട്ടുള്ള മുറ്റമടിയും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ മുറ്റം ഞാൻ ഇന്ന് ഫ്രണ്ട് മാത്രമേ അടിക്കുന്നുള്ളൂ, കാരണം ടൈമൊക്കെ ലേറ്റ് ആകും എന്തായാലും. പിന്നെ എന്തായാലും ഇന്ന് വയ്യ, ബാക്ക് അടിക്കാനൊന്നും വയ്യ. അതുകൊണ്ട് ഫ്രണ്ട് മുറ്റം മാത്രം ഇന്ന് കുറച്ചേ തൂക്കാനുണ്ടായിരുന്നുള്ളൂ, കാരണം തലേ ദിവസം തൂത്തിട്ടതുകൊണ്ട് കുറച്ച് ഭാഗം അയിലേക്ക് വീഴുന്ന ആ ഭാഗത്ത് കുറച്ചധികം ചവറുണ്ടായിരുന്നു. അപ്പോൾ ആ ഏരിയയ്ക്ക് നന്നായിട്ട് തൂത്ത് വൃത്തിയാക്കി. പിന്നെ അതിനുശേഷം പിന്നെ ചെടിക്ക് വെള്ളം അടിക്കാനുണ്ടായിരുന്നു. അതൊക്കെ തന്നെയാണ് എന്നത്തെയും എല്ലാ ദിവസത്തെയും ഈവനിങ് റൊട്ടീൻ എന്ന് പറയുന്നത്. ചെടിക്ക് വെള്ളം അടിക്കുകയും ഫ്രണ്ട് മുറ്റം തൂക്കുകയും എന്നുമുള്ള റൊട്ടീനാണ്. അപ്പോൾ ഈ ചെടികളൊക്കെയാണ് എൻ്റെ വീട്ടിലിപ്പോൾ ഉള്ളത്. അപ്പോൾ പണ്ട് കുറേ ചെടികളുണ്ടായിരുന്നു കേട്ടോ, അതെല്ലാം പോയി. ഞാൻ പറഞ്ഞിട്ടുണ്ട് വേറൊരു വീഡിയോയിൽ. ഇപ്പോൾ പിന്നെ ഇത്രയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ തുണി പറക്കാനുണ്ടായിരുന്നു, പുറത്ത് വിരിച്ചിട്ടിട്ടാണ് പോയത് രാവിലെ. അപ്പോൾ ആ തുണികളെല്ലാം പെറുക്കി. അപ്പോൾ കുറേയൊക്കെ കാറ്റടിച്ച് താഴേക്ക് വീണിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വാവയൊക്കെ എടുത്ത് കുറേ നേരം മുറ്റത്തൂടെയൊക്കെ നടന്നു, ചെടികളൊക്കെ കാണിച്ചു കൊടുത്തു. അവൾക്ക് ഇങ്ങനെ ചെടികളൊക്കെ കാണാനും പിന്നെ പുറത്തൂടെയൊക്കെ ഇങ്ങനെ കൊണ്ട് നടക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവൾ നന്നായിട്ട് അതൊക്കെ എൻജോയ് ചെയ്യും. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം അവളെ പുറത്തൂടെ ഞാൻ കൊണ്ട് നടന്നു. എല്ലാ ദിവസവും കുറച്ച് നേരം പുറത്തൂടെയൊക്കെ കൊണ്ട് നടക്കും. അതിനുശേഷം പിന്നെ ചേട്ടനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളൊരു റീൽസൊക്കെ എടുത്തു. അതിനുശേഷം നമ്മൾ ഉറങ്ങാൻ പോയി. ഇത്രയുള്ള